എക്സ്ക്യൂസ് മീ, ഇപ്പൊ ബാഡ്ജ് കയ്യിലുള്ള ആള് ബാജിലോട്ട് കൊടുത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ ഒരിക്കൽ മറന്നു. വേഗം സെലക്ട് ചെയ്യാ, വേഗം സെലക്ട് ചെയ്യാ. ശ്രദ്ധിക്കുക, ഇതൊരു വാഗ്വാദമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുക. അതെ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഇവരെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക. ഇതൊരു ചാൻസ് ആണ്. ഇവരെ മുട്ടുകുത്തിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. നിവിൻ വന്നിരിക്കേ. ശരി, ആർക്കൊക്കെ അപ്പൊ രണ്ടുപേർക്കാണോ ആർക്ക് പോവാൻ താല്പര്യം? നിങ്ങൾക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? ബാഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ മുഴുവൻ സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും പണിപ്പുര ടാസ്കിലൂടെ. പണിപ്പുര ടാസ്കിലൂടെ നമ്മൾ സാധനങ്ങൾ തിരിച്ചു കിട്ടുള്ളൂ. ഇത് ക്യാപ്റ്റൻ 7 മിനിറ്റ് തെരഞ്ഞെടുക്കും. ബാഡ്ജ് വന്നാൽ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ആർക്കൊക്കെ ബാഡ്ജ് വേണം അതുപോലെ പ്ലാൻ ചെയ്യും. ശരി, ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഇനി പോവാൻ താല്പര്യം ഇല്ലാത്തവർ എണീറ്റിരിക്കും. പോവാൻ താല്പര്യം ഇല്ലാത്തവര് എണീറ്റിരിക്കുക. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് 3 പേർക്ക് താല്പര്യമില്ല. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ താല്പര്യമുണ്ട്. നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. ഈ 3 പേര് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. നിങ്ങൾക്ക് ആരാണ് പോവാൻ താല്പര്യമുള്ളതെന്ന് പറയൂ. ബാക്കിയുള്ളവരൊക്കെ ശാരിക ഒരാള് കൺഫേംഡ്. നിങ്ങൾ 3 പേർക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? ബിക്കോസ് 2 പേരും ഓക്കെ പറഞ്ഞു. അടുത്ത ആള് നിങ്ങൾ 3 ആളാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഷാനവാസ്, ബിൻസി, ശൈത്യ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയുള്ളൂ. നിങ്ങൾ നന്നായിട്ട് അവിടെ പോയിട്ട് അവരായിട്ട് ചാലഞ്ച് ചെയ്യുക. ബിഗ് ബോസ് ഇവിടെ വന്ന് നിൽക്ക്. ബിഗ് ബോസ്, ഞങ്ങള് 3 പേരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഒനീൽ കൺഗ്രാറ്റുലേഷൻസ്. ശാരിക അടുത്തത്. ശാരിക കൺഗ്രാറ്റുലേഷൻസ്. നിവിൻ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഞങ്ങളുടെ 3 തീപ്പൊരി പാറുന്ന മത്സരാർത്ഥികളാണ് നിവിനും ശാരികയും ഒനീലും. എന്നാ 3 പേരല്ലേ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. റെന 3 പേര് ഇതില് ഒനീല് ആരെയാണ് ചലഞ്ച് ചെയ്യാൻ? ഈ ബാക്കിയുള്ളവരോട് ചോദിക്കാമോ നെവിന്റെ കാര്യത്തിൽ ഓക്കെ ആണോ? രണ്ടുപേര് പറഞ്ഞു. നിങ്ങൾ 3 പേര് പറഞ്ഞു. ഞാൻ ഓൾറെഡി ആര്യന് ഓക്കെ. ആര്യന് നടക്കില്ല. ഓൾറെഡി അത് കഴിഞ്ഞു. ഒനീൽ ആരാണ്? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഒനീല് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ആര്യനെയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണോ? എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഒനീല് ആര്യനെ ചലഞ്ച് ചെയ്യും. ബാക്കി 2 പേരിൽ നിന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം.
തീരുമാനിക്കാം ആരെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിലാണ് ഓക്കെ, അപ്പൊ ശാരിക, ആദില നൂറ, ജിസേലിന്. അവൻ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് കൊണ്ടുവരാമെന്ന് ഞാൻ നോക്കി. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ എന്റെ വോയിസ് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒട്ടും സമയമില്ല. തീരുമാനിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ അനൗൺസ് ചെയ്യാം. ഓൾറെഡി ഞാൻ അനൗൺസ് ചെയ്തു. ഓൾറെഡി തീരുമാനം. ബിഗ് ബോസ് തീരുമാനമെടുക്കാൻ ഇനി 2 മിനിറ്റുകൾ മാത്രം ബാക്കി. ബിഗ് ബോസ് തീരുമാനം എടുത്തു കഴിഞ്ഞു. ശാരിക ബാക്കിലേക്ക് വാ. അപ്പൊ ഞങ്ങള് തീരുമാനിച്ചു ബിഗ് ബോസ്. ഒനിയില് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ആര്യനെയാണ്. ശാരിക ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ആദില ആൻഡ് നൂറേനെയാണ്. ആൻഡ് നെവിൻ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ജിഷേലാണ്. ബിഗ് ബോസ് ഹാപ്പിയല്ലേ? ഞങ്ങൾ ഹാപ്പിയാണ്. നമ്മൾ തെരഞ്ഞെടുത്തു. ഇനി അടുത്ത കാര്യമാണ്. നോക്ക്, നിങ്ങൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കൂ. ആര്യനെ ചലഞ്ച് ശേഷം എല്ലാവരും ഗാർഡൻ ഏരിയയിൽ കേട്ടോ എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരിക. ശേഷം ഒന്നും നിൽക്കണ്ട. എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എനിക്ക് തിരിച്ചു വരിക. ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, അതുകൊണ്ടാണ്. സോറി. ടാസ്ക് അങ്ങനെ കണ്ടു കളിക്കണം. ഓക്കെ, അതെ. അതില്ലെന്നുള്ളത് അവന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. എനിക്ക് ഒരുപാട് മാറ്റം. പിന്നെ ഒരു കാര്യമുണ്ട്, ഗുണമുണ്ട്. വേഗം നിൽക്കണ്ട. ഇടിച്ചത് ഞാനും ഓടി വന്നു നമ്മൾ എന്താ പറയാൻ തന്നെ ചേട്ടന്റെ കയ്യിൽ വന്നത് ഇങ്ങനെ ഒരു മുഖം ഇടിച്ചു. ഞാൻ പിന്നെ എന്തെങ്കിലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടു നല്ല രീതിയിൽ സംസാരിക്കുന്നു അറിയാ. എനിക്ക് ഒനിയൻ ചേട്ടനെങ്കിൽ ഏരിയ നമ്മളെ ഏരിയയിലെ മൈക്ക് സംസാരിക്കുന്നത് എനിക്ക് ആ താല്പര്യം ഉണ്ടായിരുന്നു. അനു പറഞ്ഞോ ഈ റിയാക്ഷൻസ് എന്റെ അടുത്ത് ഇറക്കല്ലേ. ഞാൻ കുറച്ച് 2-3 ദിവസം നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെപ്പോലെ തന്നെ ഞാനിവിടെ മത്സരിക്കാൻ വന്നു. നീ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരുമാതിരി കളിയാക്കൽ സ്വഭാവം നിർത്തിക്കോട്ടോ. നിർത്തിക്കോ. എനിക്കൊരു ഇഷ്ടമല്ല. രാവിലെ ഇട്ട് അങ്ങനല്ല. സത്യം തന്നെ രാവിലെ വെറുതെ ഓരോ പ്രശ്നം എന്റെ അടുത്ത് മെല്ലെ മാത്രമേ അല്ല ചേച്ചി കണ്ടില്ല അതുകൊണ്ടാണ്. ഇത്ര ചോദിച്ചപ്പോ ഉണ്ടായില്ല അല്ലേ? എന്റെ മുഖത്ത് നോക്കാൻ എന്തിനാണ് എന്റെ മുഖത്ത് നോക്കുന്നത്? താങ്കൾ എന്തിനാണ് എന്റെ മുഖത്ത് നോക്കുന്നത്? എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നു. ചേച്ചി എനിക്ക് അപ്പനിയുടെ മുഖം കാണുമ്പോ ചിരി വരും. എന്റെ മുഖത്ത് നോക്കുന്നുണ്ടല്ലോ എനിക്ക് ചിരി വരുന്നത്. സ്വഭാവമല്ല ഒരാളുടെ മുഖം കാണുമ്പോ ചിരി വരുന്നത്. ചേച്ചി എന്റെ മുഖത്ത് നോക്കണേ എന്റെ മുഖത്ത് നോക്കണേ അറിയുമോ? അവര് വന്നു നമ്മളെന്താ നിൽക്കുന്നത്? ചേച്ചിക്ക് റെസ്റ്റോറന്റ് പട്ടി പോലെ